ദേശാടന കിളികളെ കേന്ദ്രമാക്കി പാഠപുസ്തകത്തിലെ വരികളെ ചേർത്തുപിടിച്ച് ഞാൻ എന്റെ അഭിനയകല തുടങ്ങുകയാണ്. സമർപ്പണം. അഭയം തേടുന്ന യുദ്ധഭൂമിയിലെ പ്രിയ കൂട്ടുകാർക്ക്. അമ്മേ, ഇനിയും ഒരുപാട് ദൂരം പോണോ? ചിറകുകൾ വേദനിക്കുന്നു. വല്ലാത്ത ദാഹം. വയ്യ, എനിക്കിനി വയ്യ. മക്കളെ, ഇനി നമുക്കിവിടെ അഭയമില്ല. ഈ നാടും ഇവിടെയുള്ള പച്ചപ്പും നമുക്ക് അന്യമായിരിക്കുന്നു. ഇല്ല അമ്മേ, ഞങ്ങളില്ല. കൂട്ടുകാരെ വിട്ട് ഞങ്ങൾ എവിടേക്കും വരുന്നില്ല. പാവം ആ കുഞ്ഞിത്താത്ത നമ്മെ കാണാതെ കരയുന്നുണ്ടാകും. ഇല്ല മക്കളെ, ഇനിയൊരു തിരിച്ചു പോക്കില്ല. കണ്ണു വെച്ച് നടക്കുകയാണ് കഴുകൻ. ഇനിയും മറ്റൊരിടം തേടിയില്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരായി ഈ അമ്മയ്ക്ക് നഷ്ടമാവും. ഹായ്, ദേ നോക്കിയേ, ഒരു വലിയ മരം, നിറയെ പഴങ്ങൾ. വാ അമ്മേ, നമുക്ക് അങ്ങോട്ട് പോകാം. ഈ മരം ഇത്രയും വലുതായോ? മുമ്പ് ഇതുവഴി വന്നപ്പോഴൊന്നും ഇതിത്ര വലുതായിട്ട് കണ്ടതേ ഇല്ലല്ലോ. വാ മക്കളെ, കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്കിവിടെ കഴിയാം. എന്തുമാത്രം പഴങ്ങളാ, നല്ല രുചി. ഈ ചില്ലയിൽ തന്നെ നമുക്കൊരു കൂട് വെച്ചാലോ? ഹേ, നിങ്ങൾ ആരാ? മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ ഇവിടെ? ഞങ്ങൾ കുറച്ച് അകലേന്നാ. ഈ കാലം എത്തിയാൽ ഞങ്ങൾക്ക് അവിടെ കഴിയാനൊക്കൂല. അഭയം തേടി ഞങ്ങൾ ഒരുപാട് നാട് ചുറ്റി. പോകുന്ന ഇടങ്ങളിലൊന്നും ഒരു തണല് കിട്ടിയില്ല. പാവന്റെ മക്കള് നന്നായി തളർന്നിരിക്കുന്നു. ഞാനും എന്റെ മക്കളും ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ കഴിഞ്ഞോട്ടെ. അതൊന്നും പറ്റില്ല. ഇത് ഞങ്ങളുടെ ഇടമാ. ദൂരെ പോ. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടം ഇല്ലാഞ്ഞിട്ടാ. അയ്യോ അമ്മേ, പേടിയോ. അയ്യോ, കൊത്തരുത്. അയ്യോ അമ്മ, അയ്യോ കൊത്തരുത്. അയ്യോ എന്റെ കുഞ്ഞ്, എന്തിനാ ഞങ്ങളോട് ഈ ക്രൂരത? എന്തു പറ്റി? കുഞ്ഞിനെന്തു പറ്റിയതാ? വിശന്നു തളർന്നിട്ട. പോകാൻ മറ്റൊരിടം ഇല്ലാഞ്ഞിട്ട. ഇങ്ങനെ കൊത്തിയാട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്തു? അരുത്, നിർത്തൂ. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇവരോട് ഈ മരത്തിലേക്ക് കയറരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? നോക്കൂ, ഇവരും നമ്മെ പോലെ പറവകൾ തന്നെയല്ലേ. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ആർത്തിയുള്ളവരെടുത്തോട്ടെയല്ല, ഞങ്ങൾക്കൊന്നും വേണ്ട. സഹൃദയരെ, ഭൂമിയും പ്രപഞ്ചവും എല്ലാവർക്കുമുള്ളതാണ്. ഓരോ ജീവിയും പരസ്പരം സ്നേഹിക്കുക, തളർന്നു പോയവർക്ക് താങ്ങാവുക. നന്ദി, നമസ്കാരം.